ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശനം, ശ്രീ ഗുരുവായൂരപ്പാശനം, ശ്രീ ഗുരുവായൂരപ്പാശനം. ശ്രീഹരിയും ഒരു നിഴനാരായണിയും ദശമം 65. ഗോപികളുടെ ഭഗവത് സമീപപ്രാപ്തി. രാസക്രീഡാമഹോത്സവം എന്ന വാക്കു നിറവേറ്റാൻ രാഗലോലൻ രാമാനുജൻ തീർച്ചപ്പെടുത്തി. പൂനീലാവൂ പരന്നൊര യമുനതൻ തിരവുകൾ പൂമാലിനിമാർക്കായി കണ്ണൻ കുഴൽ വിളിച്ചോ. സർവലോകത്തിലുമുള്ള ചരാചര വസ്തുക്കളെ സർവേശ്വരൻ വേണുനാദം കൊണ്ടു മയക്കി. സർവവും മറന്നു ഗോപനാരിമാരാഗാനം കേൾക്കെ സ്വർഗത്തിലെത്തിയ പോലെ വിഭ്രാന്തരായി. ശിശുക്കളെ നോക്കുന്നവർ, ഭർതൃ ശുശ്രൂഷ ചെയ്തവർ, ഗൃഹജോലികളിൽ വ്യാപൃതരായിട്ടുള്ളോർ, മോഹാനങ്ക അങ്വീടുത്തെ വേണുനാദം ഉയർന്നപ്പോൾ മോഹിതരായി യമുനതൻ തീരത്തണഞ്ഞു. ഓടക്കുഴൽ വിളി പൊങ്ങി ഓടിയെത്തി ഗോപികമാർ ഓമന കണ്ണനാം നിന്റെ സന്നിധി തന്നിൽ. ഓരോരോ ആഭരണങ്ങൾ സ്ഥാനം മാറി അണിഞ്ഞവർ ഓടക്കുഴൽധാരി നിന്നിൽ ചിരിയുണർത്തി. ഗോപികമാരിലോരുത്തി മുത്തുമാല ചാർത്തി ഭംഗ്യ തടിച്ചുയർന്നതാകുന്ന ജഗനം തന്നിൽ. കഴുത്തിലോ ചാർത്തി നന്നായി പൊന്നിൽ തീർത്ത അരഞ്ഞാണം കാമം കൊണ്ടു ഉന്മത്തയായി കണ്ണാനിൻ മുന്നിൽ. മറ്റൊരു ഗോപിക തൻ്റെ മൂലപ്പടം അണിയാതെ മാരുദേശ നിന്റെ മുന്നിൽ ഓടിയണഞ്ഞു. പ്രേമരാജ്യം തന്നിൽ നിനക്കഭിഷേകം നടത്തുവാൻ പ്രേമജലം നിറച്ച നൽ കുംഭങ്ങൾ പോലെ മറ്റു ചില ഗോപികൾക്കു പ്രാരാബ്ധത്തിൽ മുങ്ങിപ്പൊങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ കഴിഞ്ഞതില്ല. ദേഹമുപേക്ഷിച്ചു അവർ ദാമോദരാ നിന്നെയോർത്തു ദോഷം നീങ്ങി സംശുദ്ധരായി മോക്ഷവും നേടി. പരമാത്മാരൂപം വിട്ടു ജാരനെന്ന പോലെ നിന്നെ സ്മരിച്ചു പരമമാകും ഗതി പ്രാപിച്ചു. പരമാത്മാസ്വരൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നുവെന്നാൽ പരമാനന്ദത്തെ നൽകാൻ വരമേകണേ. സുന്ദരമം മന്ദസ്മിതം കിനിയുന്ന മുഖത്തോടും കരുണ വഴിയും തൃക്കണ്ണുകളോടെയും സുന്ദരിമാർക്കനൂപമ ദർശനത്തെ നൽകിയിടുന്ന കരുണാകരാ നീ എൻ്റെ രോഗം മാറ്റേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.